നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചടയമംഗലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടക്കി CITU നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. സമരം സർക്കാരിനോടല്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രിയോടാണെന്നും നേതാക്കൾ പറഞ്ഞു. ആൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ CITU ചടയമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമര പരിപാടികൾ സംഘടിപ്പിച്ചത്. 4/2024 സർക്കുലർ പ്രകാരം നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതുവരെ അനിശ്ചിതകാലം സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു. അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ കേരളത്തിലെ ശക്തമായ ട്രേഡ് യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളും ഉപരോധിച്ചുകൊണ്ട് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചടയമംഗലത്തും CITUവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇന്ന് ടെസ്റ്റ് ബഹിഷ്കരിച്ച് സമരത്തിലാണ്. ഉദ്യോഗസ്ഥർ ഇതുവരെ എത്തിയിട്ടില്ല, എത്തും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഡ്രൈവിംഗ് പരിഷ്കരണത്തിന് എതിരല്ല ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരും, പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങാനാവില്ലെന്നാണ് ഞങ്ങളുടെ ശക്തമായ ആവശ്യം. അതുപോലെ തന്നെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം അടിയന്തരമായിട്ട് മാറ്റേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി 24 വർഷം പഴക്കമുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് 2 നീതി എങ്ങനെ നടപ്പാക്കും എന്നുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചടയമംഗലം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ ഉപരോധ സമരത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയാണ്. കേരളത്തിൽ എമ്പാടുമുള്ള RTO കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ സമരത്തിലാണ്. നമ്മൾ ഈ സമരം ഒരു സർക്കാരിനെതിരെയല്ല, ഈ സർക്കാരിനെതിരെയല്ല നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മൾ ഈ സർക്കാരിൻ്റെ ഭാഗമാണ്. എന്നാൽ ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിയുടെ ചില പരിഷ്കരണങ്ങൾ നമുക്കും വിദ്യാർത്ഥികൾക്കും സ്റ്റുഡൻസിനും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഒരു ദിവസം 30 ചുരുക്കിയിരിക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റിൻ്റെയും സ്ലോട്ട്. അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല? 10-40 സ്കൂളുകൾ വരുന്ന ഒരു ഏരിയയിൽ 18 വയസ്സായ മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ ആൾക്കാരും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നുള്ളതാണ് നമ്മളെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ തന്നെ നിലപാട്. ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മാറ്റാൻ പോകുന്നു ഡ്രൈവിംഗ് ലൈസൻസ്. ഈ വരുന്ന കാലഘട്ടത്തിൽ ഒരു വാഹനമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ എല്ലാ വീട്ടിലും വാഹനമുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് 30 സ്ലോട്ട് കുറച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി എത്ര നാൾ കാത്തിരിക്കണം? ആഴ്ചയിൽ 3 ദിവസമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളത്. അത് 5 ദിവസമായി നിജപ്പെടുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് സുഖമായി പോകാൻ കഴിയൂ. ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലവാരം ഉയർത്താൻ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ തയ്യാറാണ്. നിലവാരം ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ്. ചടയമംഗലം RTO കീഴിൽ എല്ലാ സ്കൂളുകളും ക്ലാസ് കൊടുക്കുകയും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഒരു ഉദ്യോഗസ്ഥരും നമുക്ക് അനധികൃതമായി ഒന്നും ചെയ്തു തരുന്നില്ല. നമ്മൾ കൃത്യമായി ഒരു സ്റ്റുഡന്റ് ഇവിടെ വന്ന് നോക്കിയാൽ കാണാം, കൃത്യമായി ഒറ്റയ്ക്ക് എച്ചെടുത്ത് തിരിച്ചിറങ്ങി റോഡ് ഓടിച്ച് പാസ്സാവുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് എന്താണ് അനധികൃത? 2024 എന്ന സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് CIT സംഘടന നമ്മൾ സമരത്തിലേക്ക് പങ്കെടുക്കുന്ന. ഈ CIT സംഘടന പ്രഖ്യാപിച്ച ഈ സമരം വൻ വിജയമാക്കാൻ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വിജയം കാണുന്നവരെ നമ്മൾ സമരത്തിലേക്ക് നിൽക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മൾ സമരം ആരംഭിക്കുകയാണ്.